ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കോഴിക്കോട് ഹൈവേ ആണ് ഈ കാണുന്നത്. ഈ ഹൈവേ നിന്ന് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മാത്രം ദൂരത്തിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇത് 127 സെൻറ്റ് സ്ഥലമാണ്. അതിൽ വരുന്ന 1 കിലോമീറ്റർ റോഡിൽ ഒരു 600 മീറ്ററിന് മേലെ വന്നിട്ട് ടാർ റോഡാണ്. ബാക്കി കുറച്ച് ഭാഗം വന്നിട്ട് മൺ റോഡാണുള്ളത്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇതിലിവിടെ ലാസ്റ്റ് എൻഡ് ഇതിൽ 34 സെൻറ്റ് 127 സെൻറ്റ് സ്ഥലം പറഞ്ഞാൽ 34 സെൻറ്റ് സ്ഥലം ഫോം 6 കഴിഞ്ഞ പറമ്പ് കാറ്റഗറിയിലുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫാമിൻ്റെ എല്ലാ സെറ്റപ്പും ചെയ്യാൻ പറ്റും. ബാക്കി 93 സെൻറ്റ് സ്ഥലം നിലമാണ് കേട്ടോ. ഇവിടുന്ന് ലാസ്റ്റ് ആ ഗ്രീൻ ക്ലോത്ത് കൊടുത്തിട്ടുള്ള ലാസ്റ്റ് ഏരിയ ഇതുവരെയ്ക്കും ഇതിൻ്റെ ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട്. ഇതിനകത്താണ് പശു വളർത്താനുള്ള കംപ്ലീറ്റ് സെറ്റപ്പും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം തെങ്ങും മാവും പിന്നെ പേരയ്ക്കയും പ്ലാവും എല്ലാം ഉണ്ട്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളാണ്. നമുക്ക് താമസിക്കാനുള്ള ഒരു വീടും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതല്ലേ, ഇതിൽ നമുക്ക് ഒലോക്കോട് ജംഗ്ഷനിൽ നിന്ന് ഈ ഒരു പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ 7 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അതുപോലെ മുണ്ടൂർ ജംഗ്ഷൻ്റെ അവിടെ നിന്നാണെങ്കിൽ ഒരു 2.5 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. KSRTCൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഏകദേശം 11 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതുപോലെ പല മരങ്ങളിലും കുരുമുളകും കയറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ ഇത് തെങ്ങാണ്. തെങ്ങിൽ അത്യാവശ്യം നല്ല കായ്ഫലമുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ്. കുറച്ച് തെങ്ങുണ്ട്, കുറച്ച് മാവ്, 1-2 പ്ലാവ്, അങ്ങനെയൊക്കെ ഉള്ള സെറ്റപ്പാണ്. മെയിനായിട്ട് ഫാമിനുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇപ്പോൾ പശു വളർത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ഏരിയ തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിന് തൊട്ടടുത്തുള്ള ഇവരുടെ 93 സെൻറ്റ് സ്ഥലം നല്ല കവുങ്ങും തോട്ടമായിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. അതിലും അത്യാവശ്യം തെങ്ങുകളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഇതിൻ്റെ ബൗണ്ടറി വരുന്നത്. ലാസ്റ്റ് ആ ഒരു ഏരിയയിലേക്ക് ഇതിനകത്ത് നമുക്കൊരു വീടും ഉണ്ട്, അതുപോലെ കിണറും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇപ്പോൾ പശു ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ തൊഴുത്താണ്. ഇപ്പോൾ ഒരു ചെറിയൊരു ഓഫീസ് റൂം പോലെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല, ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കോവയ്ക്കൊക്കെ പടർത്തി വിട്ടിട്ടുണ്ട്. അത്യാവശ്യം ഇവിടെ താമസിക്കണമെങ്കിൽ അവർക്ക് വേണ്ട കോവയ്ക്ക് അവിടെ നിന്ന് കിട്ടും. അതുപോലെ ഇവിടെയും അവർ അമരയ്ക്ക് എന്തോ പടർത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല ഗാർഡനിങ് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ഫ്രണ്ട് ഏരിയ എല്ലാം. ഇപ്പോൾ വീടിൻ്റെ അടുത്തായിട്ടുള്ള ഏരിയ ഒക്കെ അവിടെയൊക്കെ നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, 10 മണി പൂവാണ്, നല്ല സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാ തെങ്ങും നല്ല അത്യാവശ്യം നല്ല കായ്ഫലമുള്ള തെങ്ങാണ് കേട്ടോ. ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ അവിടെ ഉണ്ട്. ഇതാണ് നമുക്ക് വീടായിട്ടുള്ളത്. പേരയ്ക്കൊക്കെ കണ്ടോ, നന്നായി കായ്ച്ച് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കായ്ഫലം ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ കായ ഇതിലുണ്ട്. നമ്മൾ വളരെ സ്ലോയിൽ ഓരോ ഭാഗവും എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. പലരും നമുക്ക് കേരളത്തിൽ പാലക്കാടുള്ള അല്ലാണ്ട് വെളിയിൽ നിന്നുള്ള ആൾക്കാരും നമ്മളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് വന്നാൽ തന്നെയാണ് നല്ലത്. അത് കാരണം കൊണ്ട് കംപ്ലീറ്റ് വീഡിയോ സ്ലോയിൽ നമ്മൾ എടുക്കുന്നുണ്ട്. അവർ നോക്കി ഇഷ്ടപ്പെട്ട് കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വിളിക്കുക. അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളും നമ്മളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എവിടെ ലൊക്കേഷൻ വരുന്നത് വെച്ചാൽ മുണ്ടൂർ പൊരിയാൻ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ടോളിന് വേണ്ടിയിട്ട് ഒരു കോൺക്രീറ്റ് റോഡൊക്കെ സെറ്റ് ചെയ്ത് അതിൽ നിന്ന് അവിടെ നിന്നാണ് ഈ ഒരു ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടല്ലേ, വീട്ടിൽ കയറുമ്പോൾ തന്നെ അത്യാവശ്യം വിശാലമായിട്ടുള്ള കിച്ചൺ വിത്ത് ബെഡ്റൂമിൻ്റെ സൈസിൽ അവർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് താമസിക്കാനും കാര്യത്തിന് എല്ലാ സൗകര്യങ്ങളും കൂടിയുള്ള ഒരു രീതിയിലാണ് ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ. 2 റൂമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തും ഒരു ടേബിളും കാര്യങ്ങളും കൊടുത്ത് ഇവിടെ നമുക്ക് കുറച്ച് ബെഡൊക്കെ അവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ ഒരു ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്ന് താമസിക്കാനും കാര്യത്തിന് ഉപകാരപ്പെടണം. TVയും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാനുള്ള അതിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം താമസിക്കാൻ പറ്റുന്ന നല്ലൊരു വീട് തന്നെയാണ് ഉള്ളത്. ഇവിടെ ചെറിയൊരു സിറ്റ് ഔട്ട് പോലെ നമുക്ക് വൈകുന്നേരമൊക്കെ ഇരിക്കാനും എല്ലാത്തിനും പറ്റുന്ന നല്ല രീതിയിൽ തിണ്ണയൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു വീട്. ഇപ്പോൾ വീടായി ഇവിടെ ആ കാണുന്ന ഷെഡുകളൊക്കെ പശു വളർത്താനുള്ള ഷെഡുകളാണ് കേട്ടോ. ഇത് ഈ 34 സെൻറ്റ് സ്ഥലത്തിലാണ്. ഇതിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ 34 സെൻറ്റ് മാത്രമാണെങ്കിൽ അങ്ങനെ എടുക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ സെൻറ്റിന് അവർ ചോദിക്കുന്നത് 2 ലക്ഷം രൂപയാണ്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ഇതാണ് പിന്നെ ബൗണ്ടറി വരുന്നത് ലാസ്റ്റ് തൊട്ട്. ഈ 34 സെൻറ്റ് സ്ഥലം പറമ്പ് കാറ്റഗറിയിലാണ് കേട്ടോ. അപ്പോൾ കിണർ അത്യാവശ്യം നല്ല വെള്ളമുള്ള കിണറാട്ടോ.
വെള്ളത്തിന് ഒരു തരത്തിലുള്ള പ്രശ്നമില്ല, നല്ല വെള്ളമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടാങ്ക് അവർ സെറ്റ് ചെയ്തിട്ട് വീട്ടിലേക്ക് വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്തായിട്ട് തന്നെ മേലെ. അപ്പോൾ വെള്ളം കറക്റ്റായിട്ട് അവിടേക്ക് പൈപ്പിലേക്ക് കാര്യങ്ങൾ കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ വെച്ചിട്ടുണ്ട്. ഇത് ഔട്ട്ലൈൻ ഒരു അടുക്കളയാണെന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിൽ തുറന്നിട്ടില്ല കേട്ടോ, അതുകൊണ്ട് തുറന്ന് കാണാൻ പറ്റില്ല. അതുപോലെ ഇവിടെ ഒരു അമ്മിക്കല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പല തരത്തിലുള്ള മരങ്ങളും കാര്യങ്ങളും ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു ഏരിയ കേട്ടോ. ഒരു ചെറിയ തരത്തിലുള്ള ഫാം നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടി തന്നെയാണ്. ഇത് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ പെർസെൻറ്റേജ് വരും. അതേ സമയത്ത് 93 സെൻറ്റ് സ്ഥലവും ഈ 34 ടോട്ടൽ 127 സെൻറ്റ് ആണ് ടോട്ടൽ നമ്മൾ എടുക്കണമെങ്കിൽ അവർ ചോദിക്കുന്നത് സെൻറ്റിന് 70,000 രൂപ വെച്ചിട്ടാണ്. അതും നെഗോഷ്യബിൾ ആണ്. ഇവിടുന്ന് ഇതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ഒരു ഭൂമി ഈ 34 സെൻറ്റ് സ്ഥലം കഴിഞ്ഞിട്ട് ഇവിടെ വേറൊരു പ്ലോട്ട് ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു ചെറിയൊരു പ്ലോട്ട് ഇപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഈ പ്ലോട്ട് ഇതും കൊടുക്കാനുള്ള തന്നെയാണ്, പക്ഷെ ഇത് ഒരേ ഓണറിൻ്റെ അല്ല. അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ പ്ലോട്ടും കൂടി കഴിഞ്ഞിട്ട് അടുത്ത് കിടക്കുന്ന 93 സെൻറ്റ് സ്ഥലവും ഈ 34 കൂടി ചേർത്തിട്ടാണ് 127 സെൻറ്റ് സ്ഥലം കൊടുക്കാനായിട്ടുള്ളത് കേട്ടോ. നമുക്കിനി ഇവിടെ ഫാമിൻ്റെ സെറ്റപ്പും കൂടി ഒന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ പശുവും കാര്യങ്ങളൊന്നുമില്ല, ഫുള്ള് വിറകൊക്കെ നിറച്ച് വെച്ചിരിക്കുകയാണ് കണ്ടില്ലേ. ഇതുപോലെ അപ്പുറത്ത് ഒന്നും കൂടി, അങ്ങനെ 2 ഷെഡാണുള്ളത്. ഇവിടെ നമുക്ക് കോഴി വളർത്താനുള്ള ഇതും കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ. വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള സ്പേസും ബയോഗ്യാസിനുള്ള സെറ്റപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ ചാണകമൊക്കെ നമുക്കിവിടെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് പശു വളർത്തുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചാണകം ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് ബയോഗ്യാസും എടുക്കാൻ പറ്റും. അപ്പോൾ ഗ്യാസിന് പ്രശ്നം വരില്ല, ഗ്യാസ് നമുക്ക് മേടിക്കേണ്ട ആവശ്യം വരില്ല. ബയോഗ്യാസ് നമുക്ക് യൂസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വേണ്ടത് നല്ല സെറ്റപ്പാണ് കേട്ടോ. മ്യൂസിക്കും അതുപോലെ തന്നെ സ്പീക്കറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫാനും കാര്യം പശു വളർത്തുന്നതിനുള്ള എല്ലാ സെറ്റപ്പും അവർ ചെയ്തിട്ടുണ്ട്. വെയിങ് മെഷീൻ ഉണ്ട്, എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. ഫാന്, അതുപോലെ സ്പീക്കർ, പശുക്കളൊക്കെ പാട്ടൊക്കെ ഇട്ടിട്ടാണല്ലോ ഇപ്പോൾ എല്ലാ ഫാമിലും കാണുന്നത്. അപ്പോൾ അങ്ങനെ സെറ്റപ്പ് ഉണ്ട്. ഇവിടെയാണ് ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് അവിടെ നിന്ന് വിട്ടിട്ട് ഇങ്ങോട്ടേക്കാണ് ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ടോയ്ലറ്റിൻ്റെ കുഴിയെല്ലാം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇതാണല്ലോ, ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റിൻ്റെ കുഴിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊരു ഇന്ത്യൻ ടൈപ്പിലുള്ള ഒരു ക്ലോസറ്റാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാത്റൂമും ഇവിടെ തന്നെയാണ്. ബാത്റൂം കം ടോയ്ലറ്റ് എന്നുള്ള രീതിയിൽ ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഔട്ട് സൈഡിലായിട്ട്. ഇത് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഗസ്റ്റ് താമസിച്ചിട്ട് പോകുക, അങ്ങനെ ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബൗണ്ടറി വരുന്നത് കേട്ടോ. 34 സെൻറ്റിൻ്റെ ബൗണ്ടറിയാണ് ഈ പറയണത്. അത്യാവശ്യം പശുക്കളെയൊക്കെ നിർത്താനുള്ള സൗകര്യങ്ങൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ പശു വളർത്താനായിട്ടുള്ളൊരു ഫാം സെറ്റപ്പിലുള്ള ഒരു ഭൂമി ചോദിക്കുന്ന ആൾക്കാർ പലരും ലോ ബഡ്ജറ്റിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഇതും അതുപോലെ തന്നെ 1 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവർക്ക് 93 സെൻറ്റ് സ്ഥലം അടുത്ത് തന്നെ ഉണ്ട്. അത് നിലം കാറ്റഗറിയിലും ഫാം വളർത്താനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്, ഒരു വീടും ഉണ്ട്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ വിളിക്കുക. കാരണം പലരും ചോദിക്കുമ്പോൾ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ കിട്ടണം പറയാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പറയുകയാണെങ്കിൽ സെൻറ്റിന് 70,000 രൂപയാണ് അവർ ചോദിക്കുള്ളൂ. മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ 127 സെൻറ്റ് സ്ഥലം എടുക്കുകയാണെങ്കിൽ വെറും 70,000 രൂപ മാത്രമേ ചോദിക്കുള്ളൂ. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ഇതാണ് 93 സെൻറ്റ് സ്ഥലം കേട്ടോ. ഇഷ്ടംപോലെ കവുങ്ങുകളുണ്ട്, പിന്നെ കുറച്ച് തെങ്ങ്, അതിൽ നാരങ്ങയും പലതരത്തിലുള്ള പ്ലാവും ഒക്കെ ഉണ്ട് കേട്ടോ അതിനകത്തും. ഇത് നമ്മൾ വന്നാൽ മൺ റോഡൊന്നുമില്ല, അതൊന്നൊരു ചെറിയൊരു ഇറക്കമുണ്ട് താഴത്തേക്ക്, ചെറിയൊരു ഇറക്കം. ആ ഒരു ഇറക്കത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ. ഇതിനകത്തും അത്യാവശ്യം കവുങ്ങുകൾ, തെങ്ങ്, പ്ലാവ് അങ്ങനെ എല്ലാ സെറ്റപ്പും ഉള്ള ഒരു ഏരിയ തന്നെയാണ്. മൊത്തത്തിൽ അതുവരെ ബൗണ്ടറി വരും കേട്ടോ. അപ്പുറത്തെ പുല്ല് വളം നിൽക്കുന്ന ആ ഏരിയ വരെ നമുക്ക് ബൗണ്ടറി ആയിട്ട് വരും. ടോട്ടൽ പറഞ്ഞ പോലെ 127 സെൻറ്റ് സ്ഥലം. ഇപ്പോൾ ഇതാണല്ലേ, ഇത് നാരങ്ങയാണ്, അത്യാവശ്യമൊക്കെ കായ്ച്ച് നിൽക്കുന്നുണ്ട് നാരങ്ങ കണ്ടല്ലേ. അതുപോലെ ഇതാ പ്ലാവ്, അത്യാവശ്യം നല്ല ചക്കകളൊക്കെ കായ്ച്ച് നിൽക്കുന്നുണ്ട് കണ്ടല്ലേ, ഫുള്ളായിട്ട് കായ്ച്ച് നിൽക്കുക ചക്കകൾ. ഇങ്ങനെ ഒരു ലാൻഡാണ്. അപ്പോൾ നമുക്ക് ഇത് നിലത്തിലാണ് കിടക്കുന്നത് കേട്ടോ. ഈ 93 സെൻറ്റ് സ്ഥലം നിലമാണ്, പിന്നെ ഉള്ളത് 34 സെൻറ്റ് സ്ഥലം പറമ്പും. അപ്പോൾ നിലം കാറ്റഗറിയിൽ നമുക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം, മറ്റേതിനകത്ത് നമുക്ക് ഫാമിൻ്റെ കാര്യങ്ങളും സെറ്റപ്പൊക്കെ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ ഒരു പെർ സെൻറ്റിന് 70,000 രൂപയാണ് അവർ ചോദിക്കുന്നത്.
നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസ് ആണ് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഈ ഒരു പ്രോപ്പർട്ടി 600 മീറ്ററോളം നിങ്ങൾക്ക് ടാർ റോഡ് കിട്ടുന്നുണ്ട് ഹൈവേന്ന്. പിന്നെ 400 മീറ്റർ മഡ് റോഡാണ്. അപ്പോൾ അത് വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആദ്യമേ പറയുകയാണ്, പലരും ചോദിക്കാണ്ട് മഡ് റോഡാണോ അതാണോ, ഇതാണല്ലേ തേങ്ങയൊക്കെ നല്ല കാഴ്ച നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ ഫാമിന് പറ്റിയ ഒരു പ്രോപ്പർട്ടി ചോദിക്കുന്ന ആൾക്കാരാണ്, അവർക്ക് പറ്റിയൊരു ഏരിയ തന്നെയാണ്. പാലക്കാട് ഒലവക്കോട് ജംഗ്ഷൻ നമുക്ക് വെറും 7 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ ഇങ്ങോട്ടേക്ക്. അതുപോലെ KSRTC പാലക്കാട് നമുക്ക് വെറും 11 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുക, നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.